ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമസ്കാരം. ഫിലിം മീഡിയ എഫക്ട് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് മലയാളത്തിൽ എത്തിയ ഒരു ബ്രിട്ടീഷ് നായികയെ കുറിച്ചാണ്. അതാരാണെന്ന് ഈ കഥ ഞാൻ പറഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതാണ്. മലയാളത്തിൽ ഒരു സിനിമയിൽ മാത്രമേ അവർ അഭിനയിച്ചിട്ടുള്ളൂ. അതും നമ്മുടെ എല്ലാവരുടെയും മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ മോഹൻലാലിനോടൊപ്പമായിരുന്നു. നല്ല രീതിയിൽ മലയാളം സംസാരിച്ചായിരുന്നു ആ ബ്രിട്ടീഷ് നായിക ആ സിനിമയിൽ അഭിനയിച്ചത്. മോഹൻലാലിനോടൊപ്പം അഭിനയിച്ച ആ സിനിമ അന്ന് ക്ലാസിക്കൽ ഗണത്തിൽ പെടുകയും ചെയ്തു. ഒറ്റ സിനിമ, മലയാളത്തിൽ ഒറ്റ സിനിമ മാത്രമേ അവർ അഭിനയിച്ചു. അത് മോഹൻലാലിനോടൊപ്പം ആയിരുന്നു. ബ്രിട്ടീഷ് വനിതയ്ക്കും കാനഡിയൻ പിതാവിനും പിറന്ന ഈ മകൾ ജനിച്ചത് ബ്രിട്ടനിലായിരുന്നു. അവരുടെ പേര് ഗിരിജ ഷെട്ടർ എന്നായിരുന്നു. ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ അവർ പിന്നീട് ഒരിക്കലും ഒരു മലയാള പടത്തിൽ അഭിനയിക്കാൻ തിരിച്ചു വന്നിട്ടില്ല. ഹിന്ദി, കന്നഡ അങ്ങനെയുള്ള മറ്റു ഇതര ഭാഷാ സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ മലയാളത്തിലേക്ക് പിന്നെ തിരിച്ചു വരാൻ അവർക്ക് സാധിച്ചില്ല. മണിരത്നം സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയാണ് ഈ നടിയുടെ ആദ്യ ചിത്രം. കന്നഡയിലും തെലുങ്കിലുമായി ഓരോ സിനിമകൾ കൂടി അവർ അഭിനയിച്ചിട്ടുണ്ട്. ഓ പ്രിയേ എൻ പ്രിയേ എന്ന് തുടങ്ങുന്ന ആ ഹിറ്റ് പാട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഒത്തിരി ഇടം പിടിച്ചതാണ്. നാഗാർജുന എന്ന നടന്റെ കരിയറിൽ ഒരു മാറ്റം സംഭവിച്ച സിനിമ കൂടെയായിരുന്നു അത്. ഈ ചിത്രം വന്ന അതേ വർഷം തന്നെയാണ് ഈ നടിയുടെ മലയാള ചിത്രവും വന്നത്. ഇത്രയും പറയുമ്പോൾ ആ നടി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതേയുള്ളൂ. എങ്കിലും പറയാം. ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട ഗാഥാജാമിനെ ആർക്കും മറക്കാനാകില്ലല്ലോ. വേറെ എവർ യു ഗോ ഐ ആം ദെയർ ഗാഥാജാം എന്ന ക്യാപ്ഷനും കൊണ്ട് പെണ്ണിനെ വളയ്ക്കാൻ നടക്കുന്ന നായകനായ ഉണ്ണി. എങ്കിൽ എന്നോട് പറ ഐ ലവ് യു എന്ന്. അങ്ങനെ പറയിപ്പിച്ച് എടുക്കുന്ന നായകനെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുമോ? മോഹൻലാൽ ചെയ്ത ആ കഥാപാത്രം നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുമോ? അതെ, വന്ദനം എന്ന സിനിമയിലെ നായികയായിരുന്നു ഈ ബ്രിട്ടീഷ് കലാകാരി. മലയാള പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തുവച്ച ഈ സിനിമ അന്ന് പരാജയമായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ടി വരും. അതിലെ ക്ലൈമാക്സ് ആയിരുന്നു അതിന് കാരണമെന്ന് പിന്നീട് പറയപ്പെടുന്നവരും ഉണ്ട്. അതും ഒരു വിധത്തിൽ ശരിയായിരിക്കാം. എന്തായാലും അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. സംവിധായകൻ പ്രിയദർശൻ ഈ സിനിമ നിർമ്മയം എന്ന പേരിൽ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തു. മോഹൻലാൽ ചിത്രമായ ധനുഷ്കോടിയിൽ അവർ അഭിനയിച്ചു. എന്നാൽ ഈ ചിത്രം സാമ്പത്തികമായ പ്രശ്നങ്ങൾ കാരണം പിന്നെ ഷൂട്ട് ചെയ്യാനോ പുറത്തിറക്കാനോ സാധിക്കാതെയായി. അതോടെ ഗിരിജയുടെ കരിയറിനെ ബാധിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും അവർ രണ്ടാമത്തെ തെലുങ്ക് ചിത്രമായ ഗീതാഞ്ജലിയിൽ അഭിനയിക്കുകയും ചെയ്തു. പക്ഷേ ഈ ചിത്രവും കുറെ കാലം പുറത്തു വരാതെ പെട്ടിയിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. പിന്നീട് 2002 ഈ ചിത്രം റിലീസ് ചെയ്തു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.